ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. വ്ളോഗിംഗ് നൂറ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെയും സുഖമാണ്. ഇന്നിപ്പോൾ അത് മീൻചാറ് വെക്കാൻ പോകണം കേട്ടോ. ഇപ്പോൾ സമയം 4 മണിയൊക്കെ, ഏകദേശം 4 മണിയൊക്കെ ആകാനായിട്ടുണ്ട്. അപ്പോൾ മത്തിയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മത്തി കുറച്ച് വാങ്ങിയതിൽ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഒരു നേരത്തിനുള്ളതാണ്, രാത്രിക്ക് മാത്രമുള്ളതാണ്. അപ്പോൾ ഞാനൊരു 8 മത്തിയൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. 8-9 എണ്ണമൊക്കെ ഉണ്ട്. അപ്പോൾ അത്രേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ചാറ് വെക്കുക എന്ന് പറഞ്ഞിട്ടാണ്, മുളക് ചാറ് വെക്കുക എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ചട്ടിയൊക്കെ വെച്ച് ഓയിലൊക്കെ ഒഴിച്ച് ഓയിൽ ചൂടായപ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉലുവയൊക്കെ ഒന്ന് പൊട്ടിയതിന് ശേഷം ചെറിയ ഉള്ളി ചതച്ചതാണ്, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് വഴഞ്ഞതിന് ശേഷം പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഞാൻ എൻ്റെ മറ്റേ ചാനലിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൽ ആദ്യമായിട്ടാണ് കേട്ടോ മീൻ കറി ഇടുന്നത്. അപ്പോൾ അതിലേക്ക് ഒക്കെ ഒന്ന് വഴഞ്ഞതിന് ശേഷം പിന്നെ ഇതാ കുറച്ച് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നല്ലോണം ഒന്ന് പച്ചമുളകൊക്കെ ഒന്ന് പോകണം കേട്ടോ. എന്നിട്ട് പിന്നെ ഞാനിത് പുളിവെള്ളം പിഴിഞ്ഞ് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതും ഒന്ന് ഒഴിച്ചു കൊടുത്ത്, നല്ല കറുത്ത പുളിയാണ് കേട്ടോ, പഴംപുളിയാണ്. അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പുതിയ പുളിയാണ് പറഞ്ഞാൽ ചാറത്തിരി വെളിയിൽ മഞ്ഞ കളറായി കാണും കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നിറം മാറിയിട്ടാ. എന്നാലും നല്ല മീൻകറിയൊക്കെ വെക്കാൻ നല്ല പഴംപുളി തന്നെയാണ് നല്ലത്. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ചതിന് ശേഷം പച്ചമുളക് ഉള്ളിയൊക്കെ ഒന്ന് തിളച്ചതിന് ശേഷം ഞാൻ എന്താ മത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 5-8 മത്തി തന്നെ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് മതി, രാത്രിക്ക് അത് മതി കേട്ടോ. പിന്നെ വറുക്കണമൊന്നുമില്ല. അവൾക്ക് വറുത്താൽ മോള് കഴിക്കണ്ട. പക്ഷെ അവൾ പലഹാരം കഴിക്കണോണ്ടും പിന്നെ അതൊന്നും വറുത്തൊന്നും കൊടുത്തില്ല കേട്ടോ. ഞങ്ങൾക്കും വറുത്തില്ല. മീനൊക്കെ ഉണ്ട്, ഫ്രിഡ്ജിലുണ്ട്, വറുത്തില്ല കേട്ടോ. അപ്പം പിന്നെ ഇത് നോമ്പായതിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ മത്തിക്കറി വെക്കണത്. ഇതുവരെ മത്തിയൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ അത് മത്തിക്കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇറക്കി വെച്ച് പിന്നെ ഓയിലിൽ താളിച്ചത് കൊണ്ട് പച്ച വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചില്ല. അല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ലൊരു മണമാണ് കേട്ടോ ചാറൊക്കെ. പിന്നെ അതിന് ശേഷം ഞാനിതാ ചോറ്റിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ചൂടാകട്ടെ. അപ്പോഴത്തേനും ഗ്യാസ് കത്തിക്കണവിടെ കുറച്ച് പണിയുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ചൂടായി പിന്നെ ഞാൻ ഗ്യാസൊക്കെ ഒന്ന് തുടച്ചിട്ട് വന്ന്, പൊടിയൊക്കെ പാറിയതല്ലേ. അപ്പോൾ ഗ്യാസൊക്കെ ഒന്ന് തുടച്ചിട്ട് വന്നിട്ട് ശരി അരി ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് ആ അടുക്കളയിൽ നിൽക്കാമല്ലോ, പിന്നെ ഇങ്ങോട്ട് തിരിയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ വേഗം അരി ഇടാൻ വന്നതാണ് കേട്ടോ. ചോറും കുറച്ച് മതി. അപ്പോൾ കുറച്ച് 1 ഗ്ലാസ് അരിയാണ് കേട്ടോ ഇട്ടത്. അപ്പോൾ എന്തായാലും ചോറൊക്കെ അവിടെ കിടന്ന് വേകട്ടെ കേട്ടോ. എന്നതിന് ശേഷം പിന്നെ ഞാനിതാ ഉള്ളി വടക്ക് ഒക്കെ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കേബേജാണ് കേട്ടോ. കേബേജും വെല്ലുള്ളി ഒക്കെ ഒന്ന് കടലമാവും ഒക്കെ ഇട്ടിട്ട് പിന്നെ അരിമാവും ഒക്കെ ഇട്ടിട്ട് ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം പിന്നെ ആട്ടിയ മാവൊക്കെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ പുറത്തെടുത്ത് വെച്ചതിന് ശേഷം പിന്നെ ഇതാ ഗ്യാസൊക്കെ കത്തിച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്താണ് കേട്ടോ. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഇത് സോയ ഫ്രൈ ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇതാ ഉള്ളി, തക്കാളി, പിന്നെ കറിവേപ്പില, മല്ലിയില ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒക്കെ ഒന്ന് വഴഞ്ഞതിന് ശേഷം ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് വഴഞ്ഞ് വരുന്ന അതിന് ശേഷം പിന്നെ ഇതാ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മോൾക്ക് ഇഷ്ടമാണ് കേട്ടോ സോയ ഫ്രൈ. അപ്പോൾ മത്തി ആയതുകൊണ്ട് തന്നെ അവൾ കഴിക്കില്ല. അപ്പോൾ പിന്നെ സോയ ഫ്രൈ ആക്കി പറഞ്ഞാൽ അവൾ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതാക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ആക്കൊന്ന് മസാലയൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഈ സോയയിലേക്ക് കോരിയിടുന്നുണ്ട് കേട്ടോ. കഴുകിയിട്ടാണ് ഇട്ടത്. കഴുകിയിട്ട് ഇട്ടതിന് ശേഷം ഇതൊക്കെ ഒന്ന് കഴുകിയിട്ടതിന് ശേഷം പിന്നെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഇളക്കി എല്ലാവിടെയും മിക്സ് ആക്കുന്നുണ്ട്. ഈ മസാലയൊക്കെ ഒന്ന് നല്ലോണം ഇതാക്കുന്നുണ്ട്. പിന്നെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. ഈ എണ്ണയിലേ കിടന്ന് വേകണം. അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ സിമ്മാക്കി വെച്ചതിന് ശേഷം അതെന്തായാലും വേകട്ടെ എന്ന് വെച്ചു. പിന്നെ ഇതാ കുറച്ച് ചട്നിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ചട്നിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഈ സമയത്ത് മോളുടെ കൂട്ടുകാരി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പൂച്ചക്കുട്ടികളെ വേണം പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ അതിനെയൊക്കെ പോയി ഒന്ന് സെറ്റാക്കി അവരിനെയൊക്കെ ഒന്ന് നോക്കി അവർക്ക് വെള്ളമൊക്കെ കലക്കി കൊടുത്ത് കേട്ടോ. മുസ്ലിം അല്ല. അപ്പോൾ അവർക്ക് വെള്ളമൊക്കെ കലക്കി കൊടുത്ത്. അപ്പോൾ അതൊക്കെ അവിടെ കുറച്ച് നേരം നോക്കി നിന്ന് വരുമ്പോഴത്തേനൊക്കെ സോയ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ സിമ്മാക്കി വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അതൊക്കെ അവിടെ ആയിട്ടുണ്ട്. അതൊക്കെ ആയതിന് ശേഷം പിന്നെ ഇത് കുറച്ച് മുളക് ചമ്മന്തി അരക്കാനാണ് കേട്ടോ. ദോശക്ക് കുറച്ച് മുളക് ചമ്മന്തി അരക്കാൻ വേണ്ടി ഉള്ളിയും തക്കാളി, വെളുത്തുള്ളി,
കറിവേപ്പില മല്ലിയില ഒക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ ഒന്ന് അതൊക്കെയെടുക്കുകയാണ്. ഇത് ചൂടാറിയ ശേഷം പിന്നെ ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് അവിടെ ചൂടാറട്ടെ. ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ലൈക്ക് ചെയ്തവർക്കും കമൻറ്റ് ചെയ്തവർക്കും ഷെയർ ചെയ്തവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ അതൊക്കെ ആയതിന് ശേഷം പിന്നെ ഒക്കെ ചട്നിയൊക്കെ അരച്ചെടുത്തു കേട്ടോ. ചട്നിയൊക്കെ അരച്ചെടുത്തതിന് ശേഷം പിന്നെ അതാ ഉള്ളിവട ഉണ്ടാക്കുകയാണ് കേട്ടോ. ഉള്ളിവട അല്ല, കാബേജ് വട. ഉള്ളി കുറച്ചിടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ആയി ഒരു വശം ആയപ്പോൾ പിന്നെ മറിച്ചിട്ട് കൊടുത്തിട്ട് 2 പ്രാവശ്യം ചുട്ടെടുക്കാനുള്ളതുണ്ട്. അപ്പോൾ ഒക്കെ ഒന്ന് മറിച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ ആക്കിയെടുക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ പുറത്തുനിന്നൊന്നും വാങ്ങിയില്ല. ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കുകയാണ് ചെയ്തത്. പുറത്തുനിന്ന് വാങ്ങിയാലും എന്താ പറയുക ഒക്കെ കഴിയണ്ട. നമുക്ക് നോമ്പ് തുറന്നാൽ ഒന്ന് കടിക്കുമ്പോഴത്തേനും തന്നെ നമുക്ക് വേണ്ട എന്ന് തോന്നും കേട്ടോ. മതിയാവും. ഉള്ള വെള്ളമൊക്കെ കുടിച്ച് ഇത് കഴിച്ച് പറഞ്ഞാൽ കയറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വയറ് നിറഞ്ഞ് വയറ് ഫുള്ളായ പോലെ തോന്നും കേട്ടോ. അപ്പോൾ ഇതന്നെ അധികമാണ്. അപ്പോൾ പിന്നെ വാങ്ങിയിട്ട് സമൂസ വാങ്ങിയിട്ട് വരട്ടെ പറഞ്ഞപ്പോൾ വേണ്ട പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇതൊക്കെ തന്നിപ്പോൾ ഒരു പ്രാവശ്യം കൂടെ ചുട്ടെടുക്കാനുള്ളതുണ്ട് കേട്ടോ. ഇതന്നെ അധികമായി. അപ്പോൾ അത് 2ാം പ്രാവശ്യം ഒക്കെപ്പാടൊന്ന് അതിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ ആകട്ടെ. അപ്പോൾ അതും ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ മോള് മുന്തിരി ജ്യൂസും ആപ്പിൾ ജ്യൂസും ഒക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ പിന്നെ അവൾ ചെയ്യും. ഫ്രൂട്ട്സൊക്കെ ഉണ്ട് പറഞ്ഞാൽ മുറിച്ച് വെക്കുക. അതൊക്കെ പിന്നെ അവളുടെ പണിയാണ് കേട്ടോ. അതൊക്കെ അവൾ ചെയ്തോളും. അപ്പോൾ അതൊക്കെ അവൾ അപ്പോൾ അത് എണ്ണക്കടിയൊക്കെ റെഡി ആയിട്ടാ. പിന്നെ ഇതാ ദോശ ഉണ്ടാക്കാൻ പോവുകയാണ്. 3 ദോശ ഉണ്ടാക്കി എടുക്കണല്ലോ കേട്ടോ. അപ്പോൾ മോള് ഒന്ന് തന്നെ കഴിച്ചുള്ളൂ. ബാക്കി 2 അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളും കഴിച്ചൊന്നുമില്ല. പിന്നെ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ അതൊക്കെ കഴിച്ചത്. അപ്പോൾ സമൂസ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പുറത്ത് വീട്ടുകാർ തന്നാണ്. അപ്പോൾ അതിനെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ദോശ നമ്മൾ കഴിക്കുമ്പോൾ ചൂട്ടോടെ കഴിക്കണം. എല്ലാം പറഞ്ഞാൽ തണുത്ത് കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല, ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ കഴിക്കുന്ന സമയത്ത് രാത്രി അപ്പോൾ പിന്നെ വീണ്ടും ചുട്ടിട്ടാ. പലഹാരം ഉണ്ടെങ്കിൽ കൂടുതലും പലഹാരം തന്നെ ഇരിക്കുക കഴിക്കുക. അപ്പോൾ കഴിക്കുന്ന സമയത്ത് ചുടാലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കി വെക്കും കേട്ടോ. ദോശ ആകുമ്പോൾ പിന്നെ കഴിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ സമൂസ അതവിടെ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് കയ്യും കൊണ്ട് തന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 3 ദോശ ഉണ്ടാക്കി എടുത്തുള്ളൂ. പിന്നെ അത് സമൂസയായിട്ടുണ്ട്. അപ്പോൾ ഇതിന് ബാങ്ക് കൊടുക്കാനൊക്കെ ആയിട്ട് അതാ മുന്തിരി ജ്യൂസും ആപ്പിൾ ജ്യൂസും കുറച്ച് മുന്തിരി ആപ്പിള് മുന്തിരി ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. മാങ്ങ ഉണ്ട്, അതും വെച്ചിട്ടുണ്ട് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നൊക്കെ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.